ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ്, പ്രൈസ്, വാല്യൂ, 3 കൺസെപ്റ്റുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട 3 കൺസെപ്റ്റുകളാണ് കോസ്റ്റ്, പ്രൈസ്, വാല്യൂ. പലപ്പോഴും ഇത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ 3 കൺസെപ്റ്റും വ്യത്യസ്തമായ കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ്, കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു സാധനം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആ സാധനത്തിന് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഓൺ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് ഇറ്റ് ഈസ് പ്രൊഡ്യൂസേഴ്സ് കോസ്റ്റ്, പ്രൊഡ്യൂസറുടെ കോസ്റ്റാണ്. ദെൻ പ്രൈസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസറിൽ നിന്ന് റീറ്റെയിൽ സെല്ലറിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ പ്രോഫിറ്റ് കൂടി ചേർത്ത് വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്ന രൂപത്തിൽ അതിനെ മാറ്റിയിരിക്കും. അപ്പോൾ അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ ഗുഡ്സ്, സർവീസസ് ഒരു മാർക്കറ്റിൽ ലഭ്യമാക്കപ്പെടുന്നതിന് വേണ്ടി എത്രയാണോ ആ മാർക്കറ്റർക്ക് വരുന്ന കോമ്പൻസേഷൻ, അതിന് നമുക്ക് എന്ത് പറയാം? പ്രൈസ് എന്ന് പറയാം. ദെൻ വാല്യൂ ആണ് 3ാമത്തെ കൺസെപ്റ്റ്. വാല്യൂ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് അത് യൂസ് ചെയ്ത് അയാൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾനെസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഡിസയറബിൾ ആവുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് കസ്റ്റമറിന്റെ വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്, കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് കമ്പനി പേസ് ടു അക്വയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പ്രൊഡക്ഷൻ. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് അതിൻ്റെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യപ്പെടുന്നു, അത് അസംബിൾ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ട് അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നു. അതിന് എത്രയാണോ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിന് വരുന്ന കോസ്റ്റ്, സാധനമാകാം സേവനമാകാം, അതിന് വരുന്ന ചെലവിനെയാണ് നമുക്ക് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യപ്പെടുമ്പോൾ വരുന്ന ചെലവിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. വാല്യൂ ആകുമ്പോൾ വാട്ട് ഗുഡ്സ് സർവീസസ് പേ ടു ദ കസ്റ്റമർ. അതായത് ഈ സാധനങ്ങളും സേവനങ്ങളും എന്താണ് കസ്റ്റമർക്ക് നൽകുന്നത്, അതായത് എന്ത് വർത്ത്നെസ് ആണ് കസ്റ്റമർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് ഡിഫറൻസ്, കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. റീറ്റെയിൽ സെല്ലർ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് പ്രൈസിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്ററുടെ വ്യൂ പോയിന്റ് ആണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. വാല്യൂ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് വ്യൂ പോയിന്റ് ആണ്. ദെൻ കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മോണിറ്റർലി മെഷർ ചെയ്യാൻ കഴിയും. കോസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മോണിറ്ററി ആയിട്ട് നമുക്ക് ഇത്ര രൂപയാണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയാം. അതേസമയം പ്രൈസും നമുക്ക് എന്ത് ചെയ്യാം? മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് അതിന്റെ പ്രോഫിറ്റ് ചേരുമ്പോൾ ഇത്ര രൂപ, ഇത്ര ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗറിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രൈസിനെ മെഷർ ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് വാല്യൂവിനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ഒരു മെന്റൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം. അത് നമ്മൾ കൊടുത്തിട്ടുള്ള പണത്തിനേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കാം. കൺസ്യൂമർ ഡിലൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആവാം, കൺസ്യൂമർ ഡിസോണൻസ് ഓർ കൺസ്യൂമർ റിമോൺസ് എന്നുള്ള കൺസെപ്റ്റ് ആവാം, നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റും ആവാം. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു മോണിറ്ററി ടേംസിൽ എപ്പോഴും പ്രതിപാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സപ്പോസ് ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് കൊടുക്കേണ്ടി വരുന്ന വില 10 രൂപയാണെങ്കിൽ കൂടിയും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയ്ക്കും മുകളിലായിരിക്കാം. അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ടർ കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല,
മോണിറ്ററി ആയിട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആയിട്ടോ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് കോസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ മാനുഫാക്ചറിങ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് പ്രൊഡ്യൂസർക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസിനെയാണ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ആകുമ്പോൾ അവിടെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കൂടി ചേരുമ്പോഴാണ് അവിടെ പ്രൈസ് ആവുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസിംഗ് പോളിസി ആൻഡ് സ്ട്രാറ്റജി ഓഫ് കമ്പനി. ഓരോ കമ്പനികൾക്കും അവരുടെ പ്രൊഡക്റ്റ് ഏത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ സ്ട്രാറ്റജിയും പോളിസിയും ഉണ്ട് എന്നുള്ളതാണ്. ആ പോളിസിക്കും സ്ട്രാറ്റജിക്കും അനുസരിച്ചായിരിക്കും ഒരു കമ്പനി അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വാട്ട് ഡിഡ് യു പേ ഫോർ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, എത്ര രൂപയാണ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം വാല്യൂ എന്ന് പറയുന്നത് വാട്ട് ഡിഡ് യു റിസീവ്ഡ് ഫ്രം ദാറ്റ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 5 രൂപയുടെ വിലയുള്ള ഒരു ലെക്സി പേന മേടിച്ചു പരീക്ഷ എഴുതി. എനിക്ക് ആ പരീക്ഷ വളരെ സുഖസുന്ദരമായിട്ട് എഴുതാനും അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുന്നുണ്ട് എങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് വളരെ വർത്ത്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് ഒപ്പീനിയൻ, പെർസെപ്ഷൻ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എക്സെട്ര. ഒരേ സമയം സൈക്കോളജിയും പെർസെപ്ഷനും ഒപ്പീനിയനും കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. So these are the differences between cost, price and value. ഇനി ചില ചിത്രങ്ങളിലൂടെ നമുക്ക് കോസ്റ്റിനെയും പ്രൈസിനെയും വാല്യൂവിനെയൊക്കെ കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ്, വാല്യൂ, പ്രൈസിനെ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യാം. പ്രൈസ് എന്ന് പറയുന്നത് വാട്ട് യു പേ. കോസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് യു സ്പെൻഡ് for creating the particular product, attribute a particular thing, or it is the amount of expenditure incurred to produce a goods or service എന്നുള്ളതാണ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാല്യൂ മീൻസ് വാട്ട് യു ഗെറ്റ് ഫ്രം ദ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഇവിടെ നോക്കൂ, ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം സെല്ലർ പ്രൊഡക്റ്റ് ബയർക്ക് വിൽക്കുന്നു, ബയർ പ്രൈസ് സെല്ലർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിലൂടെയാണ് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ബയർ പ്രൈസ് സെല്ലർക്ക് നൽകുമ്പോൾ സെല്ലർ വഴിയാണ് അതിന്റെ കോസ്റ്റ് മാനുഫാക്ചററിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എ സിമ്പിൾ എക്സാമ്പിൾ given to identify the cost, price and example. Here ഒരു സെല്ലറെ കാണിക്കുന്നുണ്ട്, ബയറെ കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ പ്രൊഡ്യൂസേഴ്സ് സൈഡ്. പ്രൊഡ്യൂസറുടെ സൈഡാണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത്. ഈ പ്രൊഡ്യൂസറുടെ സൈഡ് പ്രകാരം ഇറ്റ് ഈസ് കോസ്റ്റ്. പ്രൊഡ്യൂസർക്ക് വരുന്ന കോസ്റ്റുകളാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, പരീക്ഷണങ്ങൾ, വാഹനങ്ങൾ, മറ്റ് റോ മെറ്റീരിയൽസ്, ഇതെല്ലാം ചേർത്ത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടാബ്ലറ്റ്, മെഡിസിൻ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്തോ ആവാം, ഒരു പർട്ടിക്കുലർ ടാബ്ലറ്റോ മെഡിസിനോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനുള്ള കോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, മെഡിസിന്റെ കോസ്റ്റ് ആ ഒരു പ്രൊഡ്യൂസർക്ക് വന്നിട്ടുണ്ട്. ദെൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ആണ്. പ്രൈസ് സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ ആയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പിലെ സെല്ലർക്ക് വന്നിട്ടുണ്ട്. ആ സെല്ലർ കയ്യിൽ കിട്ടിയാൽ ഇൻക്ലൂഡിങ് ഹിസ് പ്രോഫിറ്റ്, അയാളുടെ പ്രോഫിറ്റ് സഹിതം അയാൾ എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നു. പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റോട് കൂടിയിട്ട് ആ പ്രൈസിൽ എന്ത് ചെയ്യും, ബയർക്ക് നൽകും എന്നുള്ളതാണ്. ബയർക്ക് നൽകും. ബയർ പകരമായിട്ട് ക്യാഷ് സെല്ലർക്ക് നൽകും എന്നുള്ള ഈ ഒരു പ്രോസസ്സിൽ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ്
ബൈങ് ദിസ് മെഡിസിൻ ഓൺലി ഡ്യൂ ടു ഹി ഈസ് ഫെയിലിംഗ് സം ഇൽനെസ്. അസുഖം ഉള്ളത് കാരണമാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്, ഈ മെഡിസിൻ വാങ്ങി ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അസുഖം മാറുന്നതിന് വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മെഡിസിൻ ഹെൽപ്ഫുൾ ആണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വാല്യുബിൾ, വർത്ത്നെസ് ആണ് എന്നുള്ളതാണ്. ഈവൻ ഫോർ എ ഫീവർ, ഒരു പാരസെറ്റാമോള് 5 രൂപയ്ക്ക് 5 പാരസെറ്റാമോള് അല്ലെങ്കിൽ 1 രൂപയുടെ പാരസെറ്റാമോള് 3 നേരം വെച്ച് കഴിച്ചാൽ പനി മാറുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് വാല്യൂഡ് അല്ലെങ്കിൽ വർത്താണ് എന്ന് പറയാം. അപ്പോൾ പ്രൈസ്, കോസ്റ്റ്, വാല്യൂ എന്നിവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.